ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ആ ലോഡ് ഇറക്കി പുറത്തിറങ്ങി വരിക കേട്ടോ. ഫുള്ള് വെളിയില്ലേ തോട്ടമാണ് തോട്ടം. ഇവിടെ ഇതുണ്ട് കേട്ടോ, നമ്മളെ കൈത ചെയ്ത് ബത്തക്ക കുമ്മട്ടിക്ക അണ്ണിമത്തൻ, പിന്നെ പൈനാപ്പിളില്ല, മുന്തിരി ഉണ്ട്, ഫ്രൂട്ട്സ് ഞാൻ കണ്ടതാണ്, പിന്നെ ഓറഞ്ച്, ഇത് മൂന്നാണ് ഫ്രൂട്ട്സ് ഐറ്റംസ് കണ്ടത്. പിന്നെ ഉള്ളതൊക്കെ മുളക്, വൈതളങ്ങ, പിന്നെ കേബേജ് ഉണ്ട്, തക്കാളി ഉണ്ട്. അത് തക്കാളിയാണ് വണ്ടിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. തക്കാളി ലോഡ് ചെയ്യണം അവിടെ. ഇത് തക്കാളി തോട്ടമാണ്. പിന്നെ ഇവിടെ ഇത് ഇറക്കിയിട്ടുള്ളൂ. അവിടെ എന്താണെന്നറിയില്ല. ഈ വരുന്നുള്ളൂ. ഫുള്ള് തോട്ടമാണ്, കംപ്ലീറ്റ് തന്നെ രണ്ട് സൈഡിലും. ഇതിക്കുള്ള തോടുണ്ട്. ഈ മരം നിൽക്കണ നമ്മൾ നാട്ടിലത്തെ പോലെ രണ്ട് സൈഡിൽ കണ്ടില്ല, ഈ പുല്ലാളി അതിൻ്റെ ഇടയിൽ തോടാണത്. വെള്ളമൊലിച്ച് പോണ തോടാണ്. ഇവിടെയൊക്കെ ഇതുണ്ട് മരം, ഈ പുല്ല് വളർന്നിട്ട് കാണില്ല. ഇങ്ങോട്ട് പോയാൽ കാണാം. ഈ സൈഡും അതെ കേട്ടോ. കൈക്കോട്ടാണ്. ഇത് തക്കാളി തോട്ടാണ്. തക്കാളിയാണ് തക്കാളി കൈക്കുള്ള ഇത് സൈഡിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇത് വൈതളങ്ങ ആദ്യം നോക്കുള്ളതാണ്. ഈ സൈഡ് വൈതളങ്ങ തന്നെയാണ്. ഇവിടെ വൈതളങ്ങ തോട്ടം. അതേ വെള്ളം 47 ഡിഗ്രി ചൂടാണ്. ഇവിടെ നല്ലൊരു സുഖം കേട്ടോ. അതിന് ഈത്തപ്പഴം ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ. അതിൻ്റെ അവതാരം ഇവിടെ ഉണ്ടാവാതിരിക്കില്ല. ഈത്തപ്പഴം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പാടത്തിൽ കൂടെ പോകാൻ വഴി. സൈഡിൽ തോടും വെള്ളവും. ഇവിടെ ഉള്ള കൃഷി പാടത്ത്. നമ്മളവിടെ ഇപ്പോൾ പാടത്ത് കൃഷിയൊന്നുമില്ല. ഫുള്ള് ഇതാണ്. ഇതിൻ്റെ പണിക്കാരുകളാണ് ഈ പോണ മീകോ. ഓരോ പണിക്കാരുണ്ട്. കംപ്ലീറ്റ് തക്കാളി തോട്ടം. തക്കാളി ആട്ടോ ഇഷ്ടം പോലെ ഉള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിൽ പാടത്തെ അവസ്ഥ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ സൗദി അറേബ്യയിലെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമ്മൾ